കഴിഞ്ഞ കുറെ മാസങ്ങളായി നമ്മുടെ പ്രദേശത്ത് മണപ്പാടത്ത് മരങ്കാടിലെ കോറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. എന്നാൽ ഇന്ന് പഞ്ചായത്തിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി കൊടുക്കേണ്ട അതുമായി ബന്ധപ്പെട്ട് അവിടെ ക്രമക്കേട് നടന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള ലംഘനങ്ങളാണ് ആ കോറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളത്. ആ പ്രവർത്തനം അനധികൃതമായിട്ടാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ സമരസമിതി കഴിഞ്ഞ 9-ാം തീയതി അവിടെ നിന്നുള്ള ജനപ്രതിനിധികളുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ സമരസമിതി ആളുകൾ എല്ലാവരും കൂടി പഞ്ചായത്ത് വന്ന് കാണുകയും പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും വില്ലേജ് ഓഫീസറും ഉൾപ്പെടെ ആ സ്ഥലം സന്ദർശിച്ച് അവിടെ നടത്തുന്ന കരിങ്കൽ ഖനനം അനധികൃതമാണ് എന്ന് മനസ്സിലായിട്ടുള്ളതാണ്. എന്നാൽ അതിനെതിരെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി കൃത്യമായ റിപ്പോർട്ട് കൊടുക്കേണ്ട ഷോക്കൌട്ട് നോട്ടീസ് ആ സ്ഥാപനത്തിൽ അനധികൃതമായി പൊട്ടിച്ചതിനെതിരായിട്ട് കൊടുക്കേണ്ട ഷോക്കൌട്ട് നോട്ടീസ് കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പൊ അത് കൃത്യമായി ആളുകളോട് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോഴും ഇന്നിപ്പോ സമരസമിതിയുടെ ആളുകൾ വന്ന് ആ സെക്രട്ടറിയോട് സംസാരിക്കുമ്പോഴും അത് ഞാൻ കൊടുക്കില്ല എന്നുള്ള ഒരു സമീപനത്തിലാണ് സെക്രട്ടറി നിന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സമരസമിതിയുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു തർക്കമുണ്ടായിരുന്നു. എന്നാൽ ആ സമരസമിതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കമുണ്ടായപ്പോഴും സമാധാനത്തോടു കൂടിയിട്ടാണ് സെക്രട്ടറിയോട് കാര്യങ്ങൾ സംസാരിച്ചത്. എന്നാൽ സെക്രട്ടറി ഇപ്പോൾ പറയുന്നത് പഞ്ചായത്ത് പോലീസുകാരെ ഉൾപ്പെടെ വരുത്തിക്കൊണ്ട് ഈ സെക്രട്ടറിയെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലേക്കാണ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് കോറി ഉടമകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് പഞ്ചായത്ത് സെക്രട്ടറി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് ഉദ്യോഗസ്ഥരെ അവിടെ നാട്ടിലുള്ള ആളുകളെയൊക്കെ ഇപ്പോ കേസിൽ പ്രതിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ സെക്രട്ടറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായ ശക്തമായിട്ടുള്ള രീതിയിലുള്ള സമരങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ട ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ അവസാനം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കാൻ ഷോക്കൌട്ട് നോട്ടീസ് കൊടുക്കാൻ പോലീസുകാരുൾപ്പെടെ നിർദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഷോക്കൌട്ട് നോട്ടീസ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലിപ്പോ ഈ സമരം നിലവിൽ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ഇതിന്റെ ഒരു നാൾ വഴികളിൽ ഇപ്പോൾ നിയമപരമായിട്ടുള്ള ഒരുപാട് കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നതാണ്. അതിന്റെ സ്റ്റാറ്റസ് എന്താണ്? 2025 7-ാം തീയതിയിലാണ് പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന്റെ ഭരണസമിതി അന്നത്തെ ഭരണസമിതിക്ക് ഈ ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ബോർഡിൽ അജണ്ട വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ നാട്ടിലുള്ള ആളുകൾക്ക് പ്രയാസമാണ്, അവിടെ പ്രതിസന്ധി ഉണ്ടാകും, നാട്ടിനെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്നത്തെ ഭരണസമിതി ആ ലൈസൻസ് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അതിനെതിരെ അത് കൃത്യമായി ആ ഉടമയെ അപേക്ഷ നൽകിയിട്ടുള്ള ആളുകളെ കൃത്യമായി രേഖാമൂലം അറിയിക്കുന്നതിന് പകരം പഞ്ചായത്ത് സെക്രട്ടറി അതൊന്നും അറിയിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് 2025 ഡിസംബർ മാസം 17-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോറി ഉടമകൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 19-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി